മലപ്പുറം ജില്ലാ കമ്മിറ്റി ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി SIO GIO വനിതാ വിഭാഗം സംഘടിപ്പിച്ച ഇസ്രായേൽ ഭീകരതക്കെതിരെ സുമോദുവയും ഗസ ഐക്യദാർഢ്യ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊള്ളുകയാണ്. ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഒട്ടും നാം പ്രതീക്ഷിക്കാത്തയിടത്താണ് വലിയ സ്വഭാവത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തൊരുമിച്ച് ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങളും ഗാനങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതി, ആ പദ്ധതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് പ്രസ്ഥാനം, അതിനൊരു ഭരണകൂട സ്വഭാവം വന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരും കൊന്നൊടുക്കിയും പട്ടിണിക്കിട്ടും ഉപരോധം ഏർപ്പെടുത്തിയും ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി കൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഗസയെ, വെസ്റ്റ് ബാങ്കിനെ, ഖാൻ യൂനിസിനെ, ഇങ്ങനെ ഫലസ്തീനിൻ്റെ വിവിധ പ്രദേശങ്ങളെ, നഗരങ്ങളെ മുഴുവൻ ഉന്മൂലനം നടത്തി പൂർണ്ണമായി കൊണ്ടും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പദ്ധതി. വെടിനിർത്തൽ വന്നു, ചെറിയ ആശ്വാസം നമുക്കുണ്ട്. അതേസമയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ ആവശ്യം ഒന്ന് മാത്രമാണ്. അസ്വാസ്ഥ്യങ്ങൾ ഒരുപക്ഷെ വെടിനിർത്തലോടുകൂടി ഇല്ലാതായിരിക്കാം. ഒരുപക്ഷെ കുറച്ചെന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഗസയിലെ നിവാസികൾക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. അതേസമയം ഒറ്റൊന്നാണ് നമുക്ക് ലോകത്തിൻ്റെ മുമ്പേ വിളിച്ചു പറയാനുള്ളത്. ഒരു സംശയവുമില്ലാതെ പറയുന്നു, അതാണ് നീതി, അതാണ് ജസ്റ്റിസ്. അത് ഫ്രീ ഫലസ്തീൻ എന്നുള്ളതാണ്. ഫ്രീ ഫലസ്തീൻ എന്നുള്ളതാണ്. കാരണം ആ ജനത ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനതയുടെ ദൃഢനിശ്ചയം നമ്മൾ നന്നായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയപ്പോഴും വംശഹത്യാ പദ്ധതികളുടെ വിവിധ ആവിഷ്കാരങ്ങൾ വിവിധ സ്വഭാവത്തിൽ പട്ടിണിക്കിട്ടും കൊന്നൊടുക്കിയും ഉപരോധം ഏർപ്പെടുത്തും, ചികിത്സ നിഷേധിച്ചും വെള്ളം നിഷേധിച്ചും വൈദ്യുതി നിഷേധിച്ചുകൊണ്ടും ഒരു ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന വംശഹത്യാ പദ്ധതിക്ക് മുമ്പിലും ലോകത്തേക്ക് കയറ്റുമതി ചെയ്ത ഗസയിലെ നിവാസികളുടെ ഏറ്റവും വലിയ കയറ്റുമതി ചെയ്ത ഏറ്റവും വലിയ ചരക്കെന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തിന്റെ ചരക്കായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത ഉറച്ച ബോധ്യത്തിന്റെ ചരക്കായിരുന്നു. ഒരാളുടെ മുമ്പിൽ പതർച്ചയില്ലാത്ത, ലോകത്തിന് തന്നെ അത്യപൂർവമായിട്ട് കാണാൻ കഴിയുന്ന, സുമൂധി എന്ന് നമ്മൾ ലോകം മുഴുവൻ ഒരുമിച്ച് വിളിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഉദാത്തമായ ഒരു മുൻമാതൃകകളില്ലാത്ത ഒന്നായിരുന്നു. ലോകം മുഴുവൻ അത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഫലസ്തീനിന്റെ ഒരു അടയാളമില്ലാത്ത ഒന്നുമില്ല. ഈ കഴിഞ്ഞ തൂഫാനിൽ അക്സയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ലോകത്ത് പിറന്നു വീണ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ഓരോ വീട്ടിലെയും ഒരു പുതിയ കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഗസ എന്ന പേരോ റഫ എന്ന പേരോ നൽകിയിട്ടുണ്ടാകും. ലോകത്തിന്റെ ക്യാമ്പസുകളിൽ മുഴുവൻ ഈ അണിഞ്ഞ കഫിയ ഉദച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ മുഴുവൻ വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങി. ലോകത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ലോകത്തിലെ നേതാക്കന്മാർ മുഴുവൻ ഇതുപോലെ ഫലസ്തീനിന് വേണ്ടിയിട്ടും ഗസ നിവാസികൾക്ക് വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ കണ്ട സുമൂദ് ഫ്ലോട്ടില എവിടുന്ന് ആരംഭിച്ചത്? യൂറോപ്പിൽ നിന്നാണ് ആരംഭിച്ചത്, സ്പെയിനിൽ നിന്നാണ് ആരംഭിച്ചത്, ബാഴ്സയിൽ നിന്നാണ് ആരംഭിച്ചത്. ഒരുപക്ഷെ ബാഴ്സലോണ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ഒരു ആവേശമുണ്ടാകും. പക്ഷെ ലോകം മാറി, സാഹചര്യം വന്നു. ഇന്ന് ബാഴ്സലോണ കേൾക്കുമ്പം കുട്ടികളുടെ ഓർമ്മ സുമൂദ് നിശ്ചയദാർഢ്യത്തിന്റെ, ഉറച്ചു നിൽക്കുന്നതിന്റെ, അചഞ്ചലമായി പോരാട്ട വീര്യം പകർന്നു നൽകുന്നതിന്റെ, ലോകത്തിന്റെ അടയാളമായി കൊണ്ട്
സ്പാനിഷും ബാഴ്സലോണയും മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ? നമുക്കറിയാം, ഈ ഭീകരവാദ വേട്ടയും ഈ ജനസൈഡും വംശഹത്യയും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? 1917 ബ്രിട്ടീഷ് പാർലമെന്റിൽ ബാൽഫർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ലോകത്ത് ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടാക്കും എന്നുള്ളതാണ്. 1897 തിയോഡർ ഹെർസൽ പ്രഖ്യാപിച്ചു, സയനിസ്റ്റ് മൂവ്മെന്റ്, ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ വംശഹത്യാ പ്രസ്ഥാനം സയനിസം, സിയോണിസം. 1897 തിയോഡർ ഹെർസൽ പ്രഖ്യാപിച്ചു. 1917 ബാൽഫർ പ്രഖ്യാപിച്ചു, ഉടനടി തന്നെ ഞങ്ങൾ ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കും. 1917 മുതൽ 48 വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളും ഫലസ്തീനിലേക്ക് കടന്നു ചെന്നു. നിങ്ങൾ ആലോചിച്ചു, വിശദാംശങ്ങളിലേക്ക് സമയമില്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ് ബാൽഫർ പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ അതേ യൂറോപ്പിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ഫലസ്തീനിന് വേണ്ടി, ഗസയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സുമൂദിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു എന്ന ലോകത്തിന്റെ പുതിയ രാഗം ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പേടിയാണ് അവർക്ക്. യൂറോപ്പിന്റെ മുകളിലൂടെ പറക്കാൻ പേടി, അതുപോലെ തന്നെ UN പ്രസംഗിക്കാൻ എഴുന്നേൽക്കാൻ പേടി, പ്രസംഗിക്കാൻ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് പേടി. അവിടെയാണ് ഇതേ യൂറോപ്പ് തന്നെ പുതിയൊരു ലോകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന, അതാണ് തൂഫാനുൽ അഖ്സ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ അസ്വസ്ഥകൾ നീട്ടും, പക്ഷേ ലോകത്ത് ഇനിയും ഫ്രീ ഫലസ്തീൻ എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിങ്ങൾ കണ്ടു, ആലപ്പുഴ ജില്ല പോലെയാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം. ആലപ്പുഴയിലും ഇപ്പോ ഈ അടുത്തൊരു വെള്ളംകളി നടന്നു. വെള്ളംകളിയിലെ അതിൽ ഉയർത്തിയിട്ടുള്ള ഫ്ലാഗ് ഫലസ്തീനിന്റെ ഫ്ലാഗാണ്. ധരിച്ച ടീഷർട്ട് ഗസയുടെ ടീഷർട്ടാണ്. ഫ്രീ ഫലസ്തീനും ഫ്രീ ഗസയും ധരിച്ച ടീഷർട്ടുകൾ, ഫ്രീ ഫലസ്തീനും ഫ്രീ ഗസയും ധരിച്ച കഫിയകൾ, ഫ്രീ ഫലസ്തീനും ഫ്രീ ഗസയുടെയും മുദ്രാവാക്യങ്ങൾ. നോക്കിക്കോ നിങ്ങൾ, ഈ വെടിനിർത്തൽ എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ആവശ്യം ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്ന നീതിയുടെ ജസ്റ്റിസിന്റെ, അതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പുലരേണ്ടത് എന്ന സ്വാതന്ത്ര്യത്തിന്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് വിശ്രമിക്കാനോ ഇപ്പോഴുള്ള ഈ വെടിയച്ചുകൾക്ക് ചെറിയൊരാശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനെ മറക്കുവാനോ സന്നദ്ധമാകാത്ത വിധം നമ്മുടെ പോരാടുന്ന കുഞ്ഞുങ്ങൾക്ക് വീണ്ടും പോരാട്ടത്തിന്റെ വീര്യം പകർന്നു കൊടുക്കാൻ ഒരു സംശയവുമില്ല. ഗസയിൽ 66,000-ഓളം പേര് രക്തസാക്ഷിത്വം വരിച്ചു. നിങ്ങളറിയണോ, 2023 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വന്ന റിസൾട്ട്, ഒരു പഠനം, ഒരു ഡാറ്റ വന്നു. 66,000-ഓളം പേര് രക്തസാക്ഷിത്വം വരിച്ച അതേ ഫലസ്തീനിൽ തന്നെ ഇക്കഴിഞ്ഞ 2023 ശേഷം ഇപ്പൊ 25 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സയെ ഓർക്കുന്ന ഈ നിമിഷം ഏകദേശം 30,000-ഓളം കുഞ്ഞുങ്ങളും അവിടെ പുതുതായിട്ട് ജനിച്ചു എന്നുള്ളതാണ്. ഖാൻ യൂനിസിൽ, ഗസയിൽ, വെസ്റ്റ് ബാങ്കിൽ അവർ ജനിച്ചു എന്നുള്ളതാണ്. അവരുടെ പേര് അബൂബൈദ എന്നുള്ളതാണ്, അവരുടെ പേര് ഹമാസ് എന്നുള്ളതാണ്, അവരുടെ പേര് ഇസ്മായിൽ ഹനിയ എന്നുള്ളതാണ്. ഇവര് തന്നെയായിരിക്കും നാളത്തെ ഫ്രീ ഫലസ്തീനിന് വേണ്ടി ലോകത്തെ നയിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പുലരുന്നത് വരെ പോരാട്ടം. നമ്മളെ വിളിച്ച മുദ്രാവാക്യം സമൂദ് വേവ്സ് എന്നുള്ളതാണ്. തിരമാലകളുടെ കലക്കെ ആഞ്ഞടിച്ചുകൊണ്ട് ഒന്നിനെയും പേടിക്കാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന സംഘമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതിനുള്ള ഒന്നാവട്ടെ ഈ സമ്മേളനം, പൊതുസമ്മേളനം ആശംസിച്ച് വിപ്ലവാഭ്യാദ്യങ്ങൾ, പ്രാർത്ഥനകൾ, ആശംസകൾ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.